ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അയൺ ഫാം സെറ്റ് ആക്കുന്നു ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മളൊരു അയൺ ഫാം സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ മൈൻഷാഫ്റ്റ് പോയി ഇങ്ങനെ നമ്മളൊരു നെയിം ടാഗും കാര്യങ്ങളും എടുക്കണം ഗൈസ്. അപ്പോൾ ഞാനൊരു മൈൻഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാണുന്നില്ല, അവിടെ ഒരു ടീ കണ്ടോ ഗൈസ്. ആ ഒരു ടീ കാണുന്നില്ല, അവിടെയാണ് നമ്മളൊരു മൈൻഷാഫ്റ്റ് ഉള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണം കേട്ടോ. സോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം താഴോട്ട് പോകാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് നെയിം ടാഗ് എടുക്കാന്നുള്ളതാണ്. നെയിം ടാഗ് എടുത്തിട്ടാണ് നമ്മളെ അയൺ ഫാമും കാര്യങ്ങളും നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. പിന്നെ നമുക്ക് അയൺ ഫാം സെറ്റ് ആക്കണേ കുറച്ച് അയണും കാര്യങ്ങളും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻ ചെയ്തെങ്ങാൻ നമ്മൾ അയണും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഇതിൽ കൊണ്ടുപോയി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി റെഡി ആവാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രത്തോളം അയൺ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഡോറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ ഒരു സൈഡിലോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഡോറും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ടോർച്ച് എടുക്കാൻ മറന്നിട്ടോ, നമുക്കൊരു ടോർച്ച് ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഉണ്ടാവില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടോർച്ച് എടുക്കാം കേട്ടോ. വടക്ക് തൽക്കാലം ഈ ഒരു ടോർച്ച് എടുക്കാം. ടോർച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ടോർച്ച് കൈ പിടിക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വെട്ടുണ്ടാവില്ല. സോ ഒരു കയ്യിൽ ഷീൽഡ്, ഒരു കയ്യിൽ ടോർച്ച് നമ്മൾ പിടിച്ചിട്ടുള്ള കേട്ടോ ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് നമുക്ക് താഴോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. സോ നമ്മൾ ലാഡറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈസി ആയിട്ട് താഴോട്ട് ഇറങ്ങാം. സോ നമ്മളിന്ന് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, എക്സ്പ്ലോറിങ്ങിനായിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ആ ഒരു നെയിം ടാഗ് എടുത്തുകൊണ്ട് വരും, അത്രേ ഉള്ളൂ ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോകാട്ടോ. ഏത് കുറച്ച് അടിയിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. നമ്മൾ ഒരുപാട് അടിയിലോട്ട് മൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടാവും. ഒരുപാട് നമ്മൾ അടിയിലോട്ട് മൈൻ ചെയ്തിട്ടുണ്ട്, കുറേ നമ്മൾ താഴോട്ട് പോകാനുണ്ട്. ഓക്കെ, തോടെ എന്തായാലും കൈ പിടിക്കാം കേട്ടോ. ഈസൊന്നും വരൂല എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു വാട്ട് ദ ഫക്ക് ഗൈസ്, ഇവിടെ ഒരു ഡയമണ്ട്സ് ഉണ്ട് കേട്ടോ. ഡയമണ്ട് കാണുന്നുണ്ട്, എന്തായാലും നമുക്ക് മൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഒരു ഡയമണ്ട് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഒരുപാട് അണ്ടർഗ്രൗണ്ട് വന്നിട്ടുള്ള ഗൈസ്. അപ്പോൾ ഒരുപാട് നമ്മൾ അടിയിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറച്ച് ഡയമണ്ട് കാണുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഡയമണ്ട് കിട്ടി. ഓക്കെ, 6 ഡയമണ്ട് കിട്ടിട്ടോ ഗൈസ്. ഇവിടെ കുറച്ച് ഗോൾഡും കാണുന്നുണ്ട്, ഇതും പൊട്ടിക്കാട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ടോർച്ച് പൊട്ടിക്കാം. ടോർച്ച് എന്തായാലും കൈ പിടിക്കാം കേട്ടോ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് പറയുമ്പോൾ ചെസ്റ്റ് ആട്ടോ. ചെസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചെസ്റ്റ് കണ്ടുപിടിക്കണതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും ചെസ്റ്റ് കാണുന്നില്ല. മിക്കവാറും സ്പൈഡർ ഉണ്ടാവും കേട്ടോ. അവിടെ സ്പൈഡറിൻ്റെ ഒരു സ്പോണർ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, ഇവിടേക്ക് എന്തായാലും നമ്മളെന്തായാലും അങ്ങോട്ട് പോകേണ്ടി വരും കേട്ടോ ഗൈസ്. ഇവിടെ മിക്കവാറും ആ ചെലന്തി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ ഒരു ടോർച്ച്. ഓ മൈ ഗോഡ് ഗൈസ്, ചെലന്തി നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടോ. മൈ ഗോഡ് ഗൈസ്. ഓ ഗൈസ്, ഒരു ചെലന്തി നമ്മൾ അറ്റാക്ക് ചെയ്ത്. കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ ചാവേണ്ടതാണ് ഗൈസ്. ആ ചെലന്തി കുറച്ച് ഡേഞ്ചറാണ്. ഇപ്പം എന്തായാലും ഫുഡ് കുറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചെലന്തി കുറച്ച് ഡേഞ്ചറാണ്. എന്തായാലും നമുക്ക് ആ ചെലന്തിനെ അടിച്ച് കൊല്ലണം കേട്ടോ ഗൈസ്, അല്ലേ സീനാണ് ഗൈസ്. ആ ചെലന്തിനെ എങ്ങനെയെങ്കിലും കൊല്ലണം കേട്ടോ ഗൈസ്, നമ്മൾ ചാവും. എന്തായാലും നമുക്ക് സോഡ് എടുക്കാം. നമുക്ക് എന്തായാലും കൊല്ലാൻ പറ്റുമോ നോക്കട്ടോ. അത് വരുന്ന ഓ, കുറച്ച് ഡേഞ്ചറാണ്. ഓക്കെ, കൊന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സോഡ് കൊണ്ട് അടിച്ചല്ലേ, ടവലിനോണ്ട് നമ്മളിപ്പോൾ കൊന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി ഒരു ചെസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നെയിം ടാഗ് ഉണ്ടോ നോക്കാം. നമ്മുടെ നെയിം ടാഗ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നെയിം ടാഗ് ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നെയിം ടാഗ് എടുക്കണം. കുറച്ച് അയണും ഉണ്ട്, ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, ഗ്ലൗബെറീസ് ഉണ്ട്, കുറച്ച് റെയിലുണ്ട്. റെയിലും എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് തിരിച്ചെന്തായാലും നമ്മളെ അങ്ങോട്ട് തന്നെ പോകട്ടെ, നമ്മളെ ബേസിലോട്ട് തന്നെ പോകാം. എന്തായാലും നമ്മൾ നെയിം ടാഗ് എടുത്തിട്ടുണ്ട് ഗൈസ്.
ഈ വയ്യാട്ടോ ഗൈസ് നമ്മൾ വന്നത് ഇതാ അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ ആ ഒരു നെയിം ടാഗ് കിട്ടിയത് കേട്ടോ ഗൈസ്. ഇപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാം ഗൈസ്. പുറത്ത് സ്കെൽട്ടൻ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ ഗൈസ്. ചെറിയൊരു സീനുണ്ട്. എവിടെയോ സ്കെൽട്ടൻ ഉണ്ട്. ഓടിക്കോ ഓടിക്കോ. സ്കെൽട്ടൻ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും വേഗം പോവാം. ഇവിടെ അതാണ്ട് ഗൈസ് സ്കെൽട്ടൻ ഈസ് കമ്മിങ്. ഓ ഇനി പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു വേൾഡിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് വേണ്ടത് നമ്മൾ അയൺ ഫാം സെറ്റാക്കാൻ ബെഡ് വേണം ഗൈസ്. നമുക്ക് ബെഡ് സെറ്റാക്കണം. ജസ്റ്റ് 3 ബെഡ് ആവശ്യമുണ്ട്. 3 ബെഡ് ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബെഡാണ് ആദ്യം നമുക്ക് വേണ്ടത്. സോ പിന്നെ നമുക്കൊരു ആൻവീൽ കൂടി സെറ്റാക്കി വെക്കാം. പിന്നെ എയിം ഇടണമെങ്കിൽ നമുക്ക് ആൻവീൽ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ അയൺ ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ ആൻവീൽ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ആൻവീൽ സെറ്റാക്കണമെങ്കിൽ നമുക്ക് ആദ്യം അയണിൻ്റെ ബ്ലോക്ക് റെഡിയാക്കണം. 3 അയൺ ബ്ലോക്ക് വേണം ഗൈസ്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. ഓക്കെ, നമ്മളെന്തായാലും ആൻവീൽ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. നമ്മുടെ മുകളിലൊരു ബെഡ് നമ്മൾ സെറ്റാക്കിയില്ലായിരുന്നു. ഈ ഒരു ബെഡ് പൊട്ടിക്കുക. ഇനി നമുക്ക് 3 ബൂൾ കൂടി വേണം. നമ്മുടെ അടുത്ത് വേറെ ബൂളുണ്ടോ നോക്കട്ടെ ഗൈസ്. ഓക്കെ, ബൂളിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മുടെ അടുത്ത് സ്പൈഡറിൻ്റെ ഇത് വെച്ച് നമുക്ക് ബൂൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് കലക്കി. ഓക്കെ, ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം കേട്ടോ. 2 ബെഡാണ് വേണ്ടത്. ഓക്കെ, സെറ്റ് ഗൈസ്, സെറ്റ്. ഓക്കെ, നമ്മൾ 3 ബെഡ് റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഫാമിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ് ഗൈസ്. സോ ഇനി നമുക്ക് 5 ബ്ലോക്ക് പൊട്ടിക്കണം കേട്ടോ ഗൈസ്. 5 ബ്ലോക്ക് പൊട്ടിക്കണം. നമ്മളിപ്പോൾ ഇവിടെയാണ് പൊട്ടിക്കാൻ പോകുന്നത്. സോ 1 2 3 4 1 2 4 5 1 2 3 4 5. ഇനി നമുക്ക് ഇവിടേക്കും പൊട്ടിക്കാം. നടുക്കത്തെ ഈ ഒരു ഡേറ്റ് കൂടി ക്ലിയർ ചെയ്യട്ടെ ഗൈസ്. ഇതിലോട്ട് 2 ബ്ലോക്ക് പൊട്ടിക്കണം. ഓക്കെ, ഇത്രയും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ 5 ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. 1 2 4 6. ഒരു പ്രശ്നം പറ്റില്ല ഗൈസ്. അതിൽ ബിൽഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് 5 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് 7 ബ്ലോക്ക് വെക്കണം. നമ്മുടെ ക്ലോബിൾ സ്റ്റോൺ എടുക്കാം. നമുക്ക് ഇവിടെ 7 ബ്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 6 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് 5 ബ്ലോക്ക് സെറ്റ് ചെയ്യണം. സെറ്റാന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ നമുക്ക് ഇത് ഒരു ലെയർ കൂടി പൊക്കണം കേട്ടോ. ഒരു ലെയർ കൂടി പൊക്കി കൊടുക്കാം. നമുക്ക് ബാരിയൽസ് റെഡിയാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് അതിനാദ്യം കുറച്ച് സ്ലാബ് കൂടി വേണം. ഓക്കെ, 3 ബാരിയൽസ് റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ഒരു ബട്ടൺ. ഒരു ബട്ടണോട് റെഡിയാക്കണം. ഒരു 6 ബട്ടൺ റെഡിയാക്കാം ഗൈസ്. നമ്മളെന്തായാലും ഒരു 6 ബട്ടണോട് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ 3 ബ്ലോക്ക് പൊട്ടിക്കാട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് രാവിലെ ആക്കിയേക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ബെഡ് ഇവിടെ ഇട്ടൊന്ന് സ്ലീപ്പ് ചെയ്യാം. എന്നിട്ടൊന്ന് രാവിലെ ആക്കിയേക്കാം. ഓക്കെ, രാവിലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി എന്തായാലും ബെഡ് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ 3 ബാരിയൽസ് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. 1 2 3. ഇനി ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടൺ സെറ്റാക്കണം. 1 2 3. ഓക്കെ, നമ്മൾ 3 ബട്ടണും സെറ്റാക്കിയിട്ടുണ്ട്. 3 ബെഡ് സെറ്റാക്കണം കേട്ടോ. 1 2
3. ഓക്കെ, 3 ബെഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്ലാബ് സെറ്റ് ചെയ്യണ്ട ഗൈസ്. 1 2 3 നമ്മൾ 3 സ്ലാബ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ മൊത്തം ബട്ടൺ പ്ലേസ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഫുള്ളങ്ങ് ബട്ടൺ വെച്ച് കൊടുക്കാം. ഇനിയും വേണം ബട്ടൺ ഗൈസ്. ഈ ബട്ടൺ എന്തിനാ വെക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാനൊരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്തിനാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ബാക്കിയുടെ ബട്ടൺ പ്ലേസ് ചെയ്യാം. ചിലപ്പം ചിരിക്കുന്നുണ്ടാവും. ഇതിനാണ് ഈ ബട്ടൺ ഗൈസ്. ഒരാവശ്യം ഉണ്ട് എനിക്ക് തോന്നുന്നു. എന്തോ അയങ്കോളം സ്പോൺ ആവണേ ചിലപ്പോൾ ബട്ടൺ വേണ്ടി വരും ഗൈസ്. അറിഞ്ഞൂടാ. ഇത് നമ്മളെ വുഡ് തീരുകയാണ്. ഓക്കെ, എന്നാൽ ലാസ്റ്റ് ബട്ടൺ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വില്ലേജസിനെ കൊണ്ടുവരണം. നമുക്ക് 3 വില്ലേജസിന് ആവശ്യമുണ്ട് ഗൈസ്. സോ നമുക്കൊരു ബോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വില്ലേജസിനെ കൊണ്ടുവരണം. നമുക്ക് 3 വില്ലേജസിനാണ് ഗൈസ് ആവശ്യം. ഇവിടെ നിന്ന് 3 വില്ലേജസിന് എടുക്കണം കേട്ടോ ഗൈസ്. സോ വാടാ മച്ചാനെ വാടാ. ഒരുത്തം മതി ഇത് കൂട്ടിയിടാം. മറ ഇറങ്ങി വാടാ. ഓക്കെ, 3 നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ടുപോകണം കേട്ടോ. കയറ്. ഒരാൾ മതി. നമുക്ക് ഈ ഒരു ബോട്ട് പൊട്ടിച്ചാൽ ഈ ഒരു വില്ലേജർ അതിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ടതാണ് ഗൈസ്. അതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ പൊട്ടിച്ച് നോക്കാം കേട്ടോ. കമോൺ വില്ലേജർ, അതിൻ്റെ ഉള്ളിലോട്ട് കയറണേ. പോയി കയറ്. 2 വില്ലേജസിനോട് ആവശ്യമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് നമ്മളെ ബോട്ട് ഇടാം. അടുത്ത ഡോറ് തുറക്കാം. കയറ് മച്ചാനെ കയറ്. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ വില്ലേജറിനെയും കൊണ്ടുപോവാണ്. സോ രണ്ടാമത്തെ വില്ലേജർ ഇത് രണ്ടാമത്തെ വില്ലേജറാണ് ഗൈസ്. ഇനി എന്തായാലും ഇവനെയും കൂടി പൊട്ടിച്ച് അതിൻ്റെ ഓട്ട് കയറ്റണം. പോയി കയറ്. എസ്കോ കയറ്. ഞാൻ പോയി കയറ്. അതെന്തായാലും അവൻ കയറിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വില്ലേജറിനെ കൊണ്ടുവരാം. അടുത്ത വില്ലേജർ മച്ചാനെ കയറ്. കയറ്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് വില്ലേജർ ആട്ടോ ഗൈസ്. 3 വില്ലേജറാണ് നമുക്ക് ആവശ്യം. 3ാമത്തെ വില്ലേജറാണ്. സോ ഇവനെയും കൂടി കൊണ്ടുപോയി കയറ്റിയാൽ നമ്മുടെ വില്ലേജേഴ്സിനെ കയറ്റുന്ന പരിപാടി തീർന്നു ഗൈസ്. നമ്മുടെ 3ാമത്തെ വില്ലേജർ. ഓക്കെ, ഇത് ഗൈസ് നമുക്ക് ഇതുകൂടി പൊട്ടിച്ചു കൊടുക്കാം. അത് നമ്മുടെ 3ാമത്തെ വില്ലേജറാണ്. ഓക്കെ, നമ്മളങ്ങനെ 3 വില്ലേജറിനെയും കയറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ വില്ലേജേഴ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഒരു ചെസ്റ്റും പിന്നെ ഒരു ഹോപ്പറും ആവശ്യമുണ്ട് ഗൈസ്. ഒരു ചെസ്റ്റ് കൂടി വേണ്ടി വരും. നമ്മളെ വുഡ് തീർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് പ്ലാങ്ക്സ് എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. നമ്മളെ വുഡ് തീർന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്ലാങ്ക്സ് കൂടി എടുക്കാം. പ്ലാങ്ക്സ് ഒരു ഹോപ്പറോട് റെഡിയാക്കണം. ഫസ്റ്റ് നമുക്കൊരു ചെസ്റ്റ് റെഡിയാക്കാം. ഹോപ്പർ ഇനി വേണ്ട, ഇനി ചെസ്റ്റ് മതി. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെസ്റ്റ് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി കൊണ്ടുപോയി സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ആയിട്ട് ചെസ്റ്റ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതായിട്ട് നമ്മുടെ ഹോപ്പർ സെറ്റ് ചെയ്യണം ചെസ്റ്റുമായിട്ട്. ഓക്കെ, നമ്മൾ ഹോപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് ആയണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഒരു ഐറ്റം ഇട്ട് നോക്കിയാൽ മതി. ഇതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, സെറ്റാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് സൈൻ ബോർഡ് ആവശ്യമുണ്ട് ഗൈസ്. സോ നമ്മുടെ ഓക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹോപ്പർ ഇവിടെ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. നേരത്തെ സെറ്റ് ചെയ്ത് ചെറുതായിട്ട് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടേക്കാണ് ജസ്റ്റ് വേണ്ടത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ സൈൻ ബോർഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, സൈൻ ബോർഡ് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും ഗൈസ്. കണ്ടില്ലേ, ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇനിയാണ് ഗൈസ് നമ്മുടെ ലാവ് ഒഴിക്കേണ്ടത് ഗൈസ്. ലാവ് എടുക്കണം. സോ ലാവ് എടുത്തിട്ട് വരാം കേട്ടോ. ലാവ് ഒഴിക്കേണ്ടത് സെറ്റ് ആവേണ്ടതാണെന്നാണ്. ഓക്കെ, ഓൾ സെറ്റ്. യെസ്, ലാവ സെറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. 4 ബ്ലോക്ക് പൊട്ടിക്കാം കേട്ടോ ഗൈസ്. സോ 4 ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വാട്ടർ ഒഴിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒഴിക്കാം. ഇനി നമുക്കിത് ഇൻഫിനിറ്റ് ആയിരിക്കും. എത്ര വേണമെങ്കിലും വാട്ടർ എടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വാട്ടർ ഒഴിക്കേണ്ടത് ഇവിടെ കേട്ടോ ഗൈസ്. ഈ ഒരു സൈഡിലായിട്ടൊരു വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഒഴിക്കണം. 4 സൈഡിൽ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇവിടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക.
ഒരു വാട്ടർ ബക്കറ്റ് കൂടി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ വയ്ക്കണം. ഒരു ക്യാറ്റ് ഇതിൽ പെട്ടിട്ട് ഗൈസ്, കണ്ട ഒരു ക്യാറ്റ് ഇതാക്കുന്ന. വേറെ ക്യാറ്റ് ലാഭപ്പെട്ട് ചാവാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, ഇല്ല ക്യാറ്റ് ചാവാൻ ചാൻസ് ഇല്ല. ലാസ്റ്റ് ബക്കറ്റ് ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് കൊടുക്കുക. ഓൾ സെറ്റ്. ഓ സെറ്റാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓ കണ്ടില്ല, ക്യാറ്റ് അത് ചത്ത് ഗൈസ്. ഓ ഷിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മുടെ മറ്റേ സാധാ ഒരു പാത്ത് ബ്ലോക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു ബോട്ട് വെക്കണം. യെസ്, ഈ ഒരു ബോട്ട് എടുത്ത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ സോപ്പിനെ കൊണ്ടുവരണം ഗൈസ്. ഇത് കുറച്ച് മുമ്പോട്ട് നീക്കിയിടാം. ഓക്കെ, സെറ്റാണ്. സോ ഓൾ സെറ്റ് ഗൈസ്. ഇനി നമുക്ക് സോമ്പിനെ കൊണ്ടുവരാന്നുള്ളതാണ് കേട്ടോ ഗൈസ്. ഇവിടെ മിക്കവാറും നമ്മൾ കയറുമ്പോൾ ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡോൺ ഗോ. ഓ ഗൈസ് കഴിച്ചില്ലായി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ് കൂടി വെച്ച് കൊടുക്കാം. ഓൾ സെറ്റ്. 3 ബെഡും സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം സെറ്റായി ഗൈസ്. ഇനി നമുക്ക് സോമ്പിനെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഗൈസ്. യാസ്, നെയിം ടാഗിൽ എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ആൻവീലിലേക്ക് നമ്മുടെ ഈ ഒരു നെയിം ടാഗ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു പേരിട്ടാൽ മതി കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് മതി, നെയിം തന്നെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യാണ് ഗൈസ്. സോംബി. ഓക്കെ. സോംബി. എൻ്റെ മോനെ 3 സോംബി. നമുക്ക് ഒരു സോംബിനാട്ടോ വേണ്ടേ. ഒരു സോംബിന് മതി. എൻ്റെ മോനെ ഇത് എല്ലാ സോംബിയുടെ വരും. നമുക്ക് ഒരു സോംബിന് മതി. നമുക്ക് എന്തായാലും 2 സോംബിനെ കൊന്നാളട്ടോ. 2 സോംബിന് നമുക്ക് മതി. അയ്യാ, ഒരു സോംബിനെ മതിയടാ. ഇത് എത്ര സോംബിയാ? ഓക്കെ, ലാസ്റ്റ് സോംബി. ഈ സോംബിനാണ് നമുക്ക് വേണ്ടത്. വാ, കമോൺ ബ്രോ, കമോൺ. അയ്യാ മച്ചി. വേഗം. വേറെ ഏതെങ്കിലും ക്രീച്ചേഴ്സ് ഒക്കെ സ്പോൺ ആകുന്നതിന് പിന്നെ വേഗം കൊണ്ടുപോകണം അമ്മമാരെ. വേഗം വാ സോംബി. വാടാ പയ്യ വാസ് കണ്ട് പോഴാ. ഓ മൈ ഗോഡ്, അവിടെ സ്കെലട്ടൻ ഒക്കെ ഉണ്ട് കേട്ടോ. വേഗം കയറ് മച്ചാ, വേഗം കയറി വാ. അമ്മോ, സോംബി അടുത്ത് സ്കെലട്ടൻ കുറച്ച് സീനാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് ഓടി ഇവിടെ എത്തിയിട്ട് പോകും. നമ്മളെ ഹെൽത്ത് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകുന്നു. ഒരു മറ്റേ സോംബി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ഗൈസ്. ആ സ്കെലട്ടൻ എങ്ങനെയെങ്കിലും അടിച്ച് കൊല്ലണം ഗൈസ്. അവിടെ തന്നെ ഉണ്ട് ആ സ്കെലട്ടൻ, കണ്ടോ? അതിനെങ്കിലും അടിച്ചു കൊല്ലണം. രണ്ടാളും കൂടി 2 സൈഡ് നിന്നിട്ട് അടിക്കാൻ പറ്റുന്നില്ല. ഈ സോഡ് തീരും പവറില്ല ഗൈസ്. ആ സ്കെലട്ടൻ എങ്ങനെയെങ്കിലും അടിച്ചു കൊല്ലണം ഗൈസ്. അതാണ് നമ്മളെ ടാസ്ക്. വാ. ഓക്കെ, എന്തായാലും നമ്മൾ സോംബിനെ കൊണ്ടുവരികയാണ് ഗൈസ്. സോംബി വാടാ മോനു, വാടാ വാടാ. ഓക്കെ, നമ്മളെ ഈ ഒരു ഡോർ അങ്ങ് ക്ലോസ് ചെയ്യാം കേട്ടോ. ഈ ഡോറ് ക്ലോസ് ചെയ്തേക്കുക. ഓക്കെ, വാ. വേഗം വാ. നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവാ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടേക്ക് പോകണം കേട്ടോ. നമുക്ക് അടി കിട്ടുന്നുണ്ടല്ലോ, വേഗം ഇറങ്ങി ഓടാം. ഈ ഗൈസ്, ബട്ട് അയൺ ഗോൾ എന്താ അവിടെ സ്പോണാന്ന്? വാട്ട് ദ അയൺ ഗോൾ എന്താണ്ട് ഇവിടെ സ്പോൺ ആയിയ? വാട്ട് ദ ഹെൽ ബ്രോ? എന്തായാലും നമുക്ക് നെയിം ടാഗ് ഈ സോംബിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ട് അയൺ ഗോളം എങ്ങനെയാണ്? ഏയ്, അയൺ ഗോളം മിക്കവാറും സോംബിനെ കൊല്ലിട്ടോ. അങ്ങോട്ട് പോടാ. അവനാരെ അങ്ങോട്ട് തുറന്നിട്ട് അങ്ങോട്ട് പോ. കൂട്ടിക്കാം ഗൈസ്. അയൺ ഗോളം പുറത്താണ് സ്പോണാകുന്നത് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടെ നമ്മൾ ഷവല് വെച്ചിങ്ങാൻ മറ്റേ പാത്താക്കി കൊടുക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ സീനാണ് ഗൈസ്. നമുക്ക് ഡേറ്റ് ആവശ്യമുണ്ടല്ലോ. കുറച്ച് ഡേറ്റ് എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. കുറച്ച് ഡേറ്റിൻ്റെ ആവശ്യമുണ്ട്. നല്ല റെയിനാട്ടോ പുറത്ത് നല്ല റെയിനാണ് ഗൈസ്. നല്ല സീന് മഴ ഉണ്ടാ, ഒന്നും കാണുന്നില്ല മഴനോണ്ട്. ഓക്കെ, ഇത്ര മതിയാവും ഗൈസ്. എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ, എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിരിക്കും. അതാണ് ഞാൻ നോക്കുന്നത്. നോക്കട്ടെ. ഇപ്പം വർക്കായാൽ മതിയായിരുന്നു ഗൈസ്. മിക്കവാറും നമ്മളെ സ്ഥലം മതിയാവില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ,
പാത്ത് ബ്ലോക്ക് ഇടേണ്ടി വരും മിക്കവാറും. ഇവിടെ നിന്ന് ഇത്ര ഇട്ട് നോക്കാം ഫസ്റ്റ്. നമുക്ക് എന്തായാലും ഇത്ര ബ്ലോക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാട്ടോ. ഇതെത്രയായി? 1 2 3 4 5. ഇനിയും വേണം ഗൈസ്, ഇനിയും വേണം. ഒന്ന് 2 3 4 5 6 6 6ഉം ഗൈസ് നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്തിട്ട് വരാട്ടോ. സീനാണ്. ഓ ഇവിടെ ഒരു അയങ്കോളം സ്പോൺ അയക്കുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു മറ്റടുത്ത് നിന്ന് വീണായിക്കൂടെ എൻ്റെ അമ്മച്ചി. ഓ ഓ ഓ ഓ മൈ ഗോഡ്. വേറെ ഏതൊരു മോഡൽ സ്കെൽട്ടനൊക്കെ വന്നിട്ടുണ്ട്. മഴ ചെയ്തപ്പോൾ ഇടി കെട്ടിയപ്പോൾ പൊട്ടി പുറപ്പെട്ടതാട്ടോ. ഇനി ഫൈറ്റ് എടുക്കാൻ പോവാണ്. ഓടിക്കോ മച്ചാ, ഓടിക്കോ. ഞാനൊന്നിനുമില്ല. ഞാൻ പോയിക്കോളാം. നമുക്ക് അയങ്കോളത്തിൻ്റെ അടുത്തേക്ക് പോകാം. അതാകുമ്പോൾ അയങ്കോളം നമ്മളെ സപ്പോർട്ട് ചെയ്തു തരും. അയങ്കോളം പ്ലീസ് എന്നെ രക്ഷിക്കൂ. സ്കെൽട്ടന്മാർ എന്നെ ഒന്ന് അടിക്കുന്നു. അയങ്കോളം അവനെ കൊല്ലാതെ വരുന്നു നോക്കടാ. അവന്മാരെങ്ങോട്ട് കൊണ്ടുവരാട്ടോ. വാടാ എല്ലാവരും ഇങ്ങോട്ട് വാ. അയങ്കോളം മാമ രക്ഷിക്കുക. അയങ്കോളം മാമ എന്നെ രക്ഷിക്കൂ മാമ. ഓക്കെ, ഇനി അയങ്കോളം നോക്കിക്കോളും ഗൈസ്. പൊടായി അടാ, എല്ലാത്തിനെയും കൊല്ലം അയങ്കോളം. എന്താണ്ടാ വേറൊരുത്തനും കൂടി വാ. ഇങ്ങോട്ട് പാടാ. എന്താടാ പേടിച്ചവിടെ നിന്നത് രണ്ടാളും? ഇങ്ങോട്ട് പാടാ. അയങ്കോളം തീർക്കടാ അവനാ. തീർക്കേ, അത്രേ ഉള്ളൂ. അയങ്കോളം നോക്കിക്കോളൂ ഗൈസ്. നമുക്കൊരിത് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇവിടേക്ക് ഇനി ബ്ലോക്ക് എടുക്കണം കേട്ടോ ഗൈസ്. നമ്മുടെ ബാക്കി പരിപാടി ഇവിടുത്തെ കുറച്ച് സ്ലാബ് ഇത് പൊട്ടിക്കേണ്ടി വരും. ഇവിടെയും കൂടി ഡേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എത്ര എണ്ണം എടുത്ത് നോക്കട്ടെ. 1 2 3 4 5 6 7 3 4 5 6 7. ഓക്കെ, സെറ്റാണ്. എന്തായാലും ഇവിടെ മൊത്തം അങ്ങ് ഇതാക്കുക കേട്ടോ. അളവൊന്നും നോക്കുന്നില്ല, സെറ്റാവേണ്ടതാണ്. ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെയും കൂടി സെറ്റ് ചെയ്യാം. ഓ പ്രശ്നമാണല്ലോ. ഇവിടെ നമ്മൾ സൈൻ ബോർഡ് സെറ്റ് ചെയ്തതാ. പൊട്ടിച്ചാലാവൂ? വേണ്ട, ഡേഞ്ചർ ആവും. ഇതിൽ അയങ്കോളം താണ്ട അവിടെ സ്പോൺ ആക്കി. അത് ഇവിടെ സ്പോൺ ആയത് തന്നെയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ആവുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ സംഭവം ഫാമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു പൊട്ടിച്ച നമ്മളിതുകൊണ്ട് സെറ്റാക്കി കൊടുത്തല്ലോ. ഇവിടെ കറക്റ്റ് ലെവലാക്കി കൊടുത്താലേ സംഭവം വർക്കാവുള്ളൂ ഗൈസ്. അത് നമ്മളൊന്നുകൂടി സെറ്റാക്കാനുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ അത് ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരുന്നതായിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി അയങ്കോളം പുറത്താണ് ഗൈസ് സ്പോൺ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് സ്പോൺ ആവണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഇവിടെ ശവലുകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ഗൈസ്. എന്നാലേ ഇതിൽ സെറ്റാക്കാം. അതിനനുസരിച്ച് ചെയ്യണം. എന്തായാലും കുറേ ടൈം എടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ലൈക്ക് അടിക്കാൻ മറക്കുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് ഒരു 1K ആണ് എൻ്റെ ടാർഗറ്റ് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.